കുറ്റിപ്പുറം ബസ് അപകടത്തിന് പിന്നിൽ അമിത വേഗതയെന്ന പ്രാഥമിക നിഗമനം. പരമാവധി 50 കിലോമീറ്റർ വേഗപരിധിയുള്ള പ്രദേശത്ത് 100 കിലോമീറ്റർ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചത്. മഴ സമയത്ത് അമിത വേഗത്തിൽ വളവ് തിരിഞ്ഞപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നാണ് വിലയിരുത്തൽ. മോട്ടോർ വാഹന വകുപ്പും നാറ്റ്പാക്കും അടക്കമുള്ള ഏജൻസികൾ അപകട സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്നും ചേരുകയാണ്. ശിവദാസ്, അമിത വേഗതയാണ് ഈ ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായത് എന്ന് ആ CCTV ഫുട്ടേജിലൂടെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. എങ്കിൽ പോലും അവിടെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിനകത്തും മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് അമിത വേഗത കൊണ്ടുണ്ടാക്കിയ വരുത്തിവെച്ച ഒരു അപകടമെന്നാണോ? തീർച്ചയായും, കാരണം ആ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അമിത വേഗതയിൽ എത്തിയ ബസ്സാണ് അത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നാറ്റ്പാക്കും പോലീസും ദേശീയപാത അതോറിറ്റിയും മോട്ടോർ വാഹന വകുപ്പും എല്ലാം തന്നെ പരിശോധന ഈ സംഭവ സ്ഥലത്തെത്തി നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രാഥമികമായി അവരുടെ ഒരു വിലയിരുത്തൽ. കാരണം സാധാരണ ഒരു പരമാവധി ഈ മേഖലയിൽ വേഗതയിൽ എത്തേണ്ടത് 50 കിലോമീറ്റർ ആണ്. എന്നാൽ 100 കിലോമീറ്ററിൽ അധികം വേഗത്തിലാണ് ഈ ബസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വലിയ വളവ് കൂടിയാണ്, പ്രത്യേകിച്ച് ഒരു മഴയുള്ള ദിവസം കൂടിയായിരുന്നു, മഴ പെയ്ത ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അമിത വേഗതയിൽ എത്തി ഈ വളവ് തിരിയുമ്പോൾ അപ്രതീക്ഷിതമായി ഈ ബ്രേക്ക് ചവിട്ടിയതോ അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റേതെങ്കിലും വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴോ ആണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അമിത വേഗതയിൽ എത്തിയതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റിപ്പോർട്ട് മറ്റു സംസ്ഥാന സർക്കാരിന് കൈമാറും. കാരണം ഇന്നലെ പ്രാഥമികമായ പരിശോധന മാത്രമാണ് നടത്തിയത്. ഇനി റോഡിന്റെ നിലവിലുള്ള ഡിസൈൻ സാധാരണ അത് രാജ്യാന്തര മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നിലവിൽ അതിന്റെ ഡിസൈനിങ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് റിപ്പോർട്ട് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും. നിലവിൽ ഇത് കണ്ടെത്തൽ അമിത വേഗതയെ തന്നെയാണ് കുറ്റിപ്പുറം. ശിവദാസ്, വ്യക്തമാണ്. ഏതായാലും മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഈ ബസ് തലകുത്തനെ മറിഞ്ഞത് അമിത വേഗത കാരണമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 50 കിലോമീറ്ററാണ് ആ റോഡിലെ ആ സ്ഥലത്തെ വേഗപരിധി. അവിടെയാണ് ഈ ഡ്രൈവർ 100 കിലോമീറ്റർ വേഗത്തിൽ ഈ ബസ് ഓടിച്ചത്. അതാണ് ഇത്തരം ഒരു വലിയ അപകടത്തിന് വഴിവെച്ചത്. ശിവദാസ് കന്മനമാണ് കുറ്റിപ്പുറത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേർന്ന്